പ്രൈസ് ദി Praise the ലോർഡ്, Lord. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരൂടെ തരാൻ താല്പര്യപ്പെടുന്നു ചർച്ചിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച സാമ്പത്തിക സഹായങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻകറേജ് ചെയ്ത സഭയിൽ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ആഴ്ച കൊണ്ട് ഇവിടെ ആരാധന തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ മൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ 75ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഈ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസികളുമായി സെലിബ്രേറ്റ് ചെയ്തു. ഫ്ലൈ ഹോയിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम കർത്താവിന്റെ അനുഗ്രഹത്താൽ പല പല കാര്യങ്ങളും നല്ലോണം പോകുന്നു. ഒത്തിരി പണികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതിനോട് ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇരിക്കുന്നത് പുൾപിറ്റിന്റെ മുന്നിലാണ്, സ്റ്റേജിന്റെ മുന്നിലാണ്. ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് ആരാധന സഭ ഇവിടെ നടക്കുന്നു. ആളുകൾ വന്നു പോകുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ടിൻ ഷെഡിലാണ്. ഒത്തിരി ചൂട് സമയമാണ്. റെക്കോർഡിങ് കാരണം ഫാനും കാര്യങ്ങളും ഒന്നും ഓൺ ചെയ്യാനും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിന്റെ സൗണ്ടൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ പല പല കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഒത്തിരി ചൂട്. 10 മണിക്ക് ആരാധന തുടങ്ങി 1 മണി വരെ ആരാധന നടക്കുന്ന സമയത്ത് ടിൻ ഷെഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷേ കുറച്ച് ഫാനുകളുണ്ട്. കുറച്ച് ഫാനുകൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പോഴും വിശ്വാസികൾ ചൂടത്താണ് ഇരിക്കുന്നത്. കുറച്ച് കൂളറുകൾ മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ കൂളറുകൾ. അതിന് തന്നെ ഒരു 15,000 രൂപ ഓരോ കൂളറിന് വരും. ഒരു 4 കൂളറെങ്കിലും മിനിമം വെക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ, ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഫാനുകളുടെ ആവശ്യമുണ്ട്. മറ്റു പല വിഷയങ്ങളും ഉണ്ട്. പല ബില്ലുകൾ പേ ചെയ്യാനുണ്ട്. എൻ്റെ വിശ്വാസമാണ് കർത്താവ് ഇതുവരെ നമ്മളെല്ലാം ഉപയോഗിച്ച പോലെ ഇനി വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന്. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന, നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒത്തിരി സേവ ചെയ്യുന്ന ആളുകളുണ്ട്. സോ പല മിനിസ്ട്രികളുമായി ചേർന്ന് നിന്ന് പാർട്ട്ണർ ചെയ്യുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷം വന്നത് വേറെ പല രാജ്യങ്ങളിൽ നിന്നും പലരും വന്ന് കഷ്ടപ്പെട്ടു, സാമ്പത്തിക റിസോഴ്സുകൾ ചെയ്തു. അതുപോലെ ഇപ്പൊ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പല വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ ദൈവവചനം ഇതുവരെ അറിയാത്ത പല ഗ്രാമങ്ങളിലും വില്ലേജുകളിലും എത്തട്ടെ. ഞങ്ങൾ നിൽക്കുന്ന ഫരീദാബാദ് ഒരു ടൗൺ, അതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു വില്ലേജിലാണ്. ഇവിടെ സുവിശേഷം എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ വന്ന് നിൽക്കുന്ന പലർക്കും അത് എക്സ്പീരിയൻസ് തന്നെ പുതിയതാണ്. അപ്പൊ ഈ അടുത്തുള്ള പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അല്ലേ ഒരു 10-15 ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വില്ലേജ് എന്ന് പറയുന്നത് ഇവര് എരുമയെ കറന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. സോ വളരെ റോ ആയിട്ടുള്ള മനുഷ്യർ. യേശുവിനെ എന്തെന്ന് അറിയത്തില്ല, കർത്താവിനെ അറിയത്തില്ല, ദൈവത്തിനെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഇപ്പൊ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരട്ടെ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി കോർഡിനേഷൻ ചെയ്യാനുണ്ട്. സ്റ്റേജ് എല്ലാം ടെമ്പററി സെറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാണ് 4 മണിയാകുമ്പോൾ, ശനിയാഴ്ച വൈകുന്നേരം 4 മണി തുടങ്ങി 11 മണി പോയാണ് പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സ്റ്റേജ് എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യണം. പിന്നെ സർവീസ് കഴിഞ്ഞ് എല്ലാം രണ്ടാമതെല്ലാം ഇറക്കണം. വൈകുന്നേരം എന്ന് വെച്ചാൽ ഫുൾ ഒരു സൺഡേ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന് വിചാരിച്ചു. ജീസസ് കിച്ചന് വേണ്ടി ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും നന്ദി. ഇതുവരെ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതിലോട്ട് വിതയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ സമയങ്ങളിലും പറഞ്ഞ പോലെ വീടില്ലാത്തവരാണോ നിങ്ങൾ? വീടില്ലാത്തവരോട് ഞാൻ സ്പെസിഫിക്കലി പറയുന്നു, കർത്താവിന്റെ ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങൾക്ക് വീട് തരും. കാരണം അത് കർത്താവിനോട് പറഞ്ഞ ഒരു വാചകമാണ്. ഈ അടുത്ത ദിവസം ഒരു കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഹരീഷേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ പോകുന്നു. കാരണം അങ്ങനെ ഒരു അനോയിന്റിങ് അങ്ങയുടെ മേളിലോട്ട് വരുന്നു. ഞാൻ പറഞ്ഞത് അത് കർത്താവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഇൻസ്ട്രുമെന്റലായിട്ട് ഉപയോഗപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. സോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും പ്രാർത്ഥനാ സഹായങ്ങളും എനിക്കറിയാം ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സോ കേരളത്തിൽ കൊറോണ കൂടുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അത്ര പ്രശ്നങ്ങളില്ല ഈ സമയത്ത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കൈകളെ പിടിക്കാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഫൈനാൻസ്, ഫാമിലി, എല്ലാവരുടെയും കൈകളൊന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ,
ഈ സമയത്ത് കേരളത്തിലെ മലയാളി വിശ്വാസ സമൂഹത്തിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇതുവരെ അവർ വിതച്ചതിനായി നോർത്ത് ഇന്ത്യയിലെ ഈ ഫരീദാബാദിലെ ഹരിയാനയിലെ യേശു കർത്താവിൻ്റെ സുവിശേഷത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഞങ്ങളുടെ കൂടെ നിന്നതിനായി നന്ദി അപ്പാ. എല്ലാ കുടുംബങ്ങൾ, അത് 1 രൂപ വിതച്ചവരാണോ അതിലും വലിയ വലിയ എമൗണ്ടുകൾ വിതച്ച് അവരെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പാ, വീടില്ലാത്തവർക്ക് അങ്ങ് വീട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതവും അനുഗ്രഹവും ദയ സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ കർത്താവെ നന്ദി. ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അവർ കർത്താവിൽ രക്ഷ അറിയുമ്പോൾ, കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർമ്മിപ്പിക്കണമേ കർത്താവ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർക്കണേ കർത്താവെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അങ്ങയുടെ പ്രീതിക്ക്, അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമേ അപ്പാ. നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി. ഈ സമയത്ത് കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പ. കൊറോണയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പ. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് ഇത് നിൽക്കട്ടെ അപ്പ. രണ്ടാമത് സഭകളിൽ വലിയ ആരാധനകൾ തുടങ്ങട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി വരട്ടെ അപ്പ. ഇതുവരെ പുലർത്തിയതിന്, ഞങ്ങളെ നടത്തിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വേഴ്സാണ് ഓർമ്മ വന്നത്. നെഹമായ എല്ലാം ചെയ്തതിന് ശേഷം നെഹമായ ലാസ്റ്റിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നോട് പറഞ്ഞേ, ലോർഡ് റിമെമ്പർ മീ, റിമെമ്പർ മീ. ഞാനും അത് തന്നെ പറയുന്നു. നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ കർത്താവിനോട് പറയാൻ പറ്റത്തില്ല, കർത്താവ് ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ. കർത്താവ് നമ്മളെ ഓർക്കും. കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസ്ത യോഗ്യൻ, ഞാൻ ആരുടെയും കടക്കാരനല്ല. സോ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കും കർത്താവ് നമ്മളെ പല രീതിയിൽ അനുഗ്രഹിക്കും. ഇതുവരെ ചെയ്ത എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, സാമ്പത്തിക സഹായങ്ങൾക്ക് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി 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 മഹിമയോടെ യൂസ് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈ. परमेश्वर, मेरा परमेश्वर, मेरा परमेश्वर, मेरा परमेश्वर. Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയവും സാമർത്ഥ്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഇന്ന് സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, उसके अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूं. എൻ്റെ പേര് ഹരീഷ്, ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിലെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുന്നു. പാസ്റ്ററുടെ രൂപത്തിൽ ഞങ്ങൾ കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുന്നു. और इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद, जो दिल्ली के बहुत ही नजदीक है, वहां मिलके सेवकाई करते हैं. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ മിനിസ്ട്രിക്കും ഞങ്ങളുടെ ടീമിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. കാരണം ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് ചർച്ച് മൂവ് ചെയ്തു. വലിയ ഒരു 7000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. അവിടെ പല പല കൺസ്ട്രക്ഷൻസുകൾ നടക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുള്ള, വളരെയധികം ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. और मेरे लिए, मेरे परिवार के लिए, कलीसिया के लिए, सबके लिए प्रार्थना कीजिएगा, क्योंकि इस समय हमें आपकी प्रार्थना की बहुत ज़रूरत है. क्योंकि जैसे आप जानते हैं कि कलीसिया हम एक नई जगह में शिफ्ट कर रहे हैं. 700 गज के एक जगह हमें अभी मिली है और वहाँ पे हम शिफ्ट कर रहे हैं, रेंट में हैं, और बहुत सारे कार्य उस खाली स्थान में हमें करना है. तो ज़रूर प्रार्थना में रखिएगा. और आपके परिवार से जो कुछ आप कर सकते हैं, प्रार्थना के अलावा भी अगर फाइनेंस के द्वारा कुछ करना चाहते हैं, तो ज़रूर मिल के हमारे साथ इस टाइम अड़े खड़े रहिए. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 7:30 ഹാർവെസ്റ്റ് ടിവിയിൽ കൂടെ ഇതിൽ കൂടെ ഞങ്ങളുടെ എപ്പിസോഡുകൾ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. और हर बुधवार सुबह 8:30 बजे और हर बृहस्पतिवार सुबह 7:30 बजे हार्वेस्ट चैनल के द्वारा ये एपिसोड्स टेलीकास्ट किया जाता है. ഇന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം പഠിക്കാം. നമ്മൾ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും, അനുഗ്രഹങ്ങൾ, ജനറേഷണൽ കേഴ്സസ്, അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും എപ്പിസോഡുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യുക. ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഫോൺ ചെയ്താലും ഞാനോ ഞങ്ങളുടെ ടീമോ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. और जैसे पिछले 2 एपिसोड्स में हम आशीष और श्राप के बारे में सीख रहे हैं, अगर आपने कोई भी एपिसोड मिस किया हो तो टेम्पल ऑफ द मोस्ट हाई गॉड चर्च, अगर यूट्यूब पे जाएंगे, टेम्पल ऑफ द मोस्ट हाई गॉड चर्च टाइप करेंगे, तो आपको वो चैनल्स में आपको दोनों संदेश अवेलेबल है. वहाँ जाके उन संदेशों को सुनिएगा ज़रूर. और अगर आपके पास कोई भी प्रार्थना विषय है तो 2 नंबर्स पे आप व्हाट्सअप कर सकते हैं, या इस एपिसोड के बाद अगर आप कॉल करेंगे तो मैं या मेरी टीम में से कोई ना कोई आपके लिए प्रार्थना जरूर करेगा. ഇന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട്
നമുക്ക് ആവർത്തന പുസ്തകം 11:26 മുതൽ 28 വരെ പഠിക്കാം. और उसी को हम आगे कंटिन्यू करते हुए आज हम पढ़ेंगे व्यवस्था विवरण 11:26 से लेकर 28 तक. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. ഇന്നു ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. व्यवस्था विवरण 11:26 से सुनो, मैं आज के दिन तुम्हारे आगे आशीष और श्राप दोनों रख देता हूँ. अर्थात यदि तुम अपने परमेश्वर यहोवा की इन आज्ञाओं को जो मैं आज तुम्हें सुनाता हूँ मानो तो तुम पर आशीष होगी, और यदि तुम अपने परमेश्वर यहोवा की आज्ञाओं को नहीं मानोगे और जिस मार्ग की आज्ञा मैं आज सुनाता हूँ उससे तज कर दूसरे देवताओं के पीछे हो लोगे जिन्हें तुम नहीं जानते हो तो तुम पर श्राप पड़ेगा. അതിന്റെ അർത്ഥം കർത്താവ് നമ്മുടെ മുമ്പിൽ ശാപവും അനുഗ്രഹങ്ങളും രണ്ടും വെച്ചിട്ടുണ്ട്. അത് ഏത് മേടിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന നമ്മളാണ്. കർത്താവല്ല നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. നമ്മുടെ ചോയ്സസുകളാണ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്യങ്ങൾ നമ്മുടെ ചോയ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അനുഗ്രഹം വരുവോ ശാപങ്ങൾ വരുവോ എന്നുള്ളത്. इस वचन के अनुसार ये कहता है कि हमारे हाथ में है परमेश्वर के हाथों से आशीष लेना या श्राप लेना. जब हम कोई चुनाव करते हैं तो उस चुनाव के ऊपर निर्भर होता है कि हम आशीष लेंगे या श्राप लेंगे, क्योंकि परमेश्वर के पास तो दोनों है और हमारे चुनावों के ऊपर डिपेंड करता है कि हम आशीष लेंगे या श्राप लेंगे. നമ്മൾ പലരും കഴ്സസ് ശാപങ്ങൾ നമ്മുടെ മേളിൽ ചുമ്മാ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പല 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 കാര്യങ്ങളിൽ കൂടെ നമ്മൾ തന്നെ നമ്മുടെ ആക്ഷനിൽ കൂടെ ശാപങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. और कई बार हम श्रापों को अपने आप अपने ऊपर ले लेते हैं. जैसे बोलते हैं कि आ बैल मुझे मार, बिना कोई कार्य किए ही हम अपने ऊपर श्रापों को खुद इनवाइट करते हैं. നിങ്ങൾ പാസ്റ്റില് കഴിഞ്ഞ ജീവിതത്തിലോ ഇപ്പോഴോ കർത്താവിന്റെ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നുണ്ടോ, ഉറപ്പായിട്ട് നിങ്ങളുടെ മേളിൽ ശാപം വരും. और अगर आप या आपके पीढ़ियों ने कभी भी परमेश्वर के वचन को, सुसमाचार को आगे लेने जाने के बीच में अगर आप रुकावट कभी भी बने हैं तो ऑटोमेटिकली आपके ऊपर श्राप आएगा. പാസ്റ്റർമാരെ കുറിച്ച്, ചർച്ചിലെ ഫാദർമാരെ കുറിച്ച്, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ തമാശപ്പെടുന്നുണ്ടോ, നിങ്ങൾ വീടുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, അവര് പറയുന്നതിന്റെ പുറകെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ, ഗുഡ് ന്യൂസ് അല്ല ബാഡ് ന്യൂസ്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ശാപങ്ങൾ വരും. और अगर आपने किसी भी परमेश्वर के दास, कोई पास्टर के ऊपर या कोई भी अभिषिक्त व्यक्ति के ऊपर जो परमेश्वर का दास है उसके पीठ पीछे उसके बुराई की है या उसके ऊपर हंसे हो आप, तो ऑटोमेटिकली आपके ऊपर श्राप पड़ेगा. जो परमेश्वर का दास है वो अभिषिक्त है, परमेश्वर ने उसे अभिषेक किया है, और किसी भी अभिषिक्त व्यक्ति के ऊपर अगर आपने गलत बोला हो तो आप अपने जीवन के ऊपर श्राप को बुलाते हो. നിങ്ങൾക്കറിയാമല്ലോ, ബൈബിൾ അറിയുന്നുണ്ടെങ്കിൽ മിരിയം മോസസിനെതിരെ സംസാരിച്ചു. അവർക്ക് എന്തോ കിട്ടിയ മേളില് മുഴുവൻ ലെപ്രസിയായി. കർത്താവിന്റെ അഭിഷിക്തനെതിരെ സംസാരിക്കുന്നത്, അഭിഷിക്തന്മാർക്കെതിരെ സംസാരിക്കുന്ന ഷോട്ട് നിങ്ങളുടെ ലൈഫിൽ ശാപങ്ങളെ വിളിച്ചു വരുത്തും. और जैसे आप जानते होंगे कि बाइबल में जो मरियम थी उसने मूसा के अगेंस्ट बोला, क्योंकि मूसा जो था परमेश्वर का अभिषिक्त व्यक्ति था, और जब मरियम ने उसके खिलाफ बोलना शुरू किया तो परमेश्वर ने मरियम के ऊपर कोड़ को भेजा. इसीलिए किसी भी अभिषिक्त व्यक्ति के ऊपर आप खिल्ली उड़ाते हैं, मजाक करते हैं, तो परमेश्वर का जो श्राप है वो जरूर आपके ऊपर पड़ेगा. ഇത് നിങ്ങളോട് തെറ്റുകളിൽ ഞാൻ എൻ്റെ പാസ്റ്ററിനെതിരെ, ചർച്ചിനെതിരെ, വിശ്വാസി ആയതിനു ശേഷം, എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ റിസൾട്ട് ആണെന്ന്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് ഞാൻ എങ്ങനെ വന്നു? ഞാൻ പോയി അദ്ദേഹത്തിനോട് ക്ഷമ യാചിച്ചു. ഞാൻ പോയി ഒരു വാനിഹൂസിൻ്റെ കടയിൽ പോയി 12,000 രൂപയ്ക്ക് അദ്ദേഹത്തിന് കുറച്ച് ഷർട്ട്, ഡ്രസ്സുകൾ മേടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടി കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങക്കെതിരെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങക്കെതിരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരണം. അതിനുശേഷമാണ് ഞാൻ ആ കഴ്സിൽ നിന്ന് പുറത്തോട്ട് മാറിയത്. അതുകൊണ്ട് നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മാപ്പ് പറയുക, കർത്താവിൻ്റെ തിരുരക്തത്താലും മാപ്പ് പറയുക. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ അദ്ദേഹത്തിനോട് ഡയറക്റ്റ് ഫോൺ ചെയ്ത് ക്ഷമ ചോദിക്കുക. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇന്ന ശാപങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരും.
और जैसे मैं अपने जीवन से भी कुछ उदाहरण दूंगा, जब मैं एक आम विश्वासी था, एक कलीसिया में जाके बैठा था, उस टाइम मैं भी अपने पासवान के खिलाफ बोलना मैंने शुरू किया, उनके चाल चलन के ऊपर मैंने बोलना शुरू किया। तो परमेश्वर का जो श्राप है वो मेरे ऊपर भी पड़ा। और जैसे मैंने समझा, धीरे धीरे मैंने समझना शुरू किया, क्योंकि ये परिस्थितियां इसलिए मेरे जीवन में है क्योंकि मैं परमेश्वर के अभिषेक के खिलाफ मैंने बोलना शुरू किया। जैसे ही पवित्र आत्मा ने मुझे ये बात बताई, मैं एक दुकान में गया, वैन हुसैन की दुकान में गया, वहां 10-12 हजार के कपड़े उनके लिए खरीदा, उनके पैरों पे रख के मैंने बोला कि पासवान, मैंने आपके खिलाफ बोला है। मैंने उनसे क्षमा विनती मांगी और मैंने बोला मुझे माफ कर दीजिएगा। और उसी टाइम से मेरे ऊपर जो श्राप था, परमेश्वर का हाथ, जो श्राप भरा हाथ था, वो मेरे ऊपर से निकला। ഒരു സ്റ്റോറി 1960-കളിൽ ഒരു ചർച്ചിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. അപ്പൊ പലരും പറഞ്ഞു ഇത് ആ ചർച്ചിന്റെ ഫാദർ, ആ സ്ത്രീ ആ ഫാദറിനെ കാണാൻ വരും, അപ്പൊ ആ ഫാദർ അവരെ കൊന്ന് അവിടെ ഇട്ടതാന്ന് പറഞ്ഞു അവരുടെ കോമ്പൗണ്ടിൽ നിന്ന്. പലരും വന്നു. 1960-ലാണ് കേസും കാര്യങ്ങളും ഒക്കെ നടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ജയിലിലിട്ടു, അദ്ദേഹം തന്നെ കൊന്നാന്ന് എല്ലാവരും വിചാരിച്ചു. और 1960 में एक कलीसिया में ऐसा हुआ कि वहां पे जो पासवान था, पासवान से मिलने एक स्त्री आती थी। तो बहुत सालों के बाद उसी कंपाउंड में वो स्त्री का शव मिला और लोगों ने ये कहना शुरू किया, क्योंकि पासवान से मिलने वो स्त्री जाती थी, तो पासवान ने उसको मार के, उसका मर्डर करके उसको वहां पे दफना दिया। 20 വർഷം കഴിഞ്ഞ് ഈ പാസ്റ്റർ ജയിലിൽ നിന്ന് 15-20 വർഷം കഴിഞ്ഞ് വിമോചിതനായി ഒരു സ്ഥലത്ത് ഒരു ചർച്ചിന്റെ റോളൊന്നുമില്ല, പുറകെ ഇരുന്ന് ആരാധിക്കുകയായിരുന്നു. അപ്പൊ ചർച്ച് കഴിഞ്ഞ സമയത്ത് ഒരു സ്ത്രീ വന്നെന്ന്, ഒരു വയസ്സായ സ്ത്രീ വന്നെന്ന് ഈ പാസ്റ്ററിന് മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി, ഫാദറിന് മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കുക, പറഞ്ഞു പാസ്റ്ററെ, അന്ന് 20 വർഷം മുമ്പ് ആ സ്ത്രീയെ കൊന്ന് നിങ്ങളുടെ കോമ്പൗണ്ടിൽ കൊണ്ടിട്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡും അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് അറിയാൻ തുടങ്ങിയത് കൊണ്ട് അങ്ങേര് ചെയ്ത് കൊണ്ടിട്ടതാണ് ആ കാര്യം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, നിങ്ങൾ അറസ്റ്റായി, എനിക്ക് അവർ തമ്മിലുള്ള റിലേഷൻ അറിയായിരുന്നു. പക്ഷെ പാസ്റ്ററെ, ഇപ്പം എൻ്റെ ചർച്ചിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മന്ദബുദ്ധികൾ, ഹാൻഡിക്യാപ്സ്, ഞങ്ങളുടെ ബിസിനസ് നശിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം മക്കളെല്ലാം കുടിയന്മാരായി, കൊച്ചുമക്കളെല്ലാം കുടിയന്മാരായി, എൻ്റെ കൺമുന്നിൽ എൻ്റെ കുടുംബം നശിച്ചു നാറാണക്കല്ലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതെല്ലാം ഇന്നാളെ നിങ്ങൾ അങ്ങ് തെറ്റുകളിൽ കൂടെ നിങ്ങൾ അന്ന് കൊണ്ട് നടന്നതിൻ്റെ പ്രശ്നമാണെന്ന്. അതുകൊണ്ട് ദൈവദാസന്മാർക്കെതിരെ, ദൈവത്തിന് നിൽക്കുന്നവർക്കെതിരെ ചെയ്താൽ അവരെ കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറ നശിച്ചു പോകും, നിങ്ങളുടെ കുടുംബം നശിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ചൂസ് ബ്ലെസ്സിങ്സ്. അതിന് ക്ഷമ ചോദിച്ച് കർത്താവിന് അനുഗ്രഹം മേടിച്ച് മുന്നോട്ട് പോകുക. വളരെ സീരിയസ് മാറ്ററാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. और उस कलीसिया में लोगों ने जब बोलना शुरू किया, इस पासवान ने उस लेडी को कत्ल करके वहां पे डाल दिया है और पुलिस केस हुआ। पुलिस ने उस पासवान को जेल में, बंदी गृह में कर दिया। और 20 साल के बाद जब पासवान बाहर निकले और एक कलीसिया के बिल्कुल पीछे वाली सीट में जाके बैठे थे, आराधना कर रहे थे, और उसी कलीसिया में एक बहुत ही बूढ़ी स्त्री आई, वहां पे वो भी आराधना करने लगी। और जब सभा खत्म हुई, कलीसिया सर्विस खत्म हुआ, तो वो स्त्री पासवान के पास जाके रोई, बहुत रोई, और उसने बोला कि पासवान मुझे माफ करना। तो पासवान ने बोला, मुझसे क्यों माफी मांगती हो? तो वो स्त्री ने बोला कि पासवान, उस दिन जो आपके कंपाउंड में जो लेडी को मार के दफनाया गया था, वो मेरे पति ने उस लेडी को मारा था, उस स्त्री को मेरे पति ने मारा था, क्योंकि उन दोनों के बीच में एक शारीरिक संबंध था। और जैसे लोगों को पता चलना शुरू किया, तो मेरे पति ने उस स्त्री को कत्ल किया और वहीं आपके कंपाउंड में जाके गाड़ दिया। उस टाइम मेरे पास इतनी हिम्मत थी मैं सबके सामने बोल पाऊं कि ये मेरे पति ने किया, परंतु आज भी मैं उन गलतियों को, मैंने जो बोला नहीं, उसके लिए मेरे ऊपर श्राप पड़ा। जितने भी बच्चे हमारे परिवार में पैदा हो रहे हैं, वो मंद बुद्धि पैदा हो रहे हैं, कुछ हैंडीकैप पैदा हो रहे हैं, हमारे फाइनेंसेस बिल्कुल खत्म हो रहे हैं। तो उस स्त्री ने परमेश्वर के दास से बोला कि परमेश्वर के दास, मुझे माफ करना, क्योंकि आज जब मैं यहाँ आराधना कर रही थी, तो पवित्र आत्मा ने मुझे बोला, क्योंकि तूने परमेश्वर के अभिषेक के ऊपर हाथ उठाया है, इसी वजह से ये श्राप तेरे ऊपर आया है। तो उस स्त्री बहुत रोई उस दिन और परमेश्वर के दास से उस दिन क्षमा मांगी। ഞാൻ പറയാൻ വന്നെന്ന് വെച്ചാൽ, നമ്മുടെ മേളിൽ ശാപങ്ങൾ പലതരത്തിൽ വരാം. ഞാൻ ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ശാപങ്ങളും അനുഗ്രഹങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞു കിടന്നു. പക്ഷെ ഞാൻ ഇന്ന് വളരെ കെയർഫുൾ ആണ്. കാരണം എനിക്കറിയാം ഇത് റിയൽ ആണ്.
കർത്താവിന്റെ സുവിശേഷത്തിനെതിരെ ഞാനും എൻ്റെ കുടുംബവും നിന്നിട്ടുണ്ട്. ഞാൻ വരുന്ന ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം അതിനെതിരെ നിന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ഈ പെന്റക്കോസ്റ്റൽ വിശ്വാസി വന്നവരെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ചായ സമയത്തിരുന്ന് ഇവരെ കുറിച്ചൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബമാണ് എൻ്റെ. അപ്പം എനിക്കറിയാം ഇതൊക്കെ കഴ്സ് വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പം ഞാൻ ഇന്ന് കർത്താവിന് അനുഗ്രഹം കാരണം അതിൽ നിന്നൊക്കെ ഔട്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നേച്ചറുകളുണ്ടോ? ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള ശാപങ്ങളിൽ വരാതെ അതിൽ നിന്ന് പുറത്തിറങ്ങുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പല ടോപ്പിക്കുകളും. മറക്കരുത് കാണാൻ. കാരണം പ്രാർത്ഥിക്കും. ഞാൻ ലാസ്റ്റ് ശാപങ്ങൾ കെട്ടൊഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കാരണം കംപ്ലീറ്റ് സബ്ജക്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. और इसी वजह से मैं कहता हूं कि आशीष और श्राप, एक टाइम मेरे जीवन में भी ऐसे था, मैं सोचता था अरे आशीष और श्राप कुछ नहीं होता, परमेश्वर तो प्यार करने वाला परमेश्वर है, परंतु ऐसा नहीं है. जैसे वचन में लिखा है कि परमेश्वर के हाथ में आशीष और श्राप भी है. अगर हम वचन के अनुसार चलेंगे तो परमेश्वर आशीष देगा, और अगर वचन के अगेंस्ट चलेंगे तो परमेश्वर श्रापित करता है हमें. तो अगर आपने, आपके परिवार ने किसी भी अभिषेक के अगेंस्ट बोला है, मैं बोलता हूं कि आप उस परमेश्वर के दास को फोन कीजिए. अगर आप जाके मिल सकते हैं तो मिल के उससे प्रार्थना, उससे माफी मांगिए और बोलिए मैंने गलती किया है. और आपके ऊपर से भी वो परमेश्वर ने जो श्राप भेजा है वो उसमें से आप बाहर निकल के आ सकते हैं. और भूलिएगा मत, क्योंकि बहुत सारे टॉपिक्स आशीष और श्राप के ऊपर हम कवर करेंगे. और अंत में मैं प्रार्थना करूंगा, जब मैं पूरा टॉपिक्स कवर कर लूंगा तो लास्ट में हम हर एक श्राप को कैंसिल करेंगे. हम प्रार्थना करेंगे कि ताकि आप हर एक श्राप में से बाहर निकले. अभी नहीं, परंतु जब मैं सारे टॉपिक्स को कवर कर लूंगा उसके बाद मैं आपके लिए प्रार्थना करूंगा. നമ്മൾ തുടങ്ങിയ സമയത്ത് വായിച്ച ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 11:26 വായിച്ച് ഞാൻ നിർത്തുന്നു. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. और फिर से हम व्यवस्था विवरण 11:26 से लेकर 8 हम पढ़ेंगे. शुरुआत में भी मैंने पढ़ा, अंत में भी मैं ये पढ़ के खत्म करूंगा. व्यवस्था विवरण 11:26. सुनो, मैं आज के दिन तुम्हारे आगे आशीष और श्राप दोनों रख देता हूं. ഡിസൈഡ് ചെയ്യുക, അനുഗ്രഹം വേണോ അതോ ശാപം വേണോ. അത് നിങ്ങളുടെ കയ്യിലാണ്, കർത്താവിന്റെ കയ്യിലല്ല. और आपको डिसाइड करना है कि आपको आशीष चाहिए या श्राप चाहिए, क्योंकि आशीष और श्राप देने परमेश्वर के हाथ में नहीं है, परंतु आपके हाथ में है. आप क्या लेना चाहते हैं? बहुत अच्छा, खाने के लिए धन्यवाद. पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद. खाने के लिए धन्यवाद. थैंक यू.
ये जितने भी फोटोज़ और वीडियोज़ आपने देखे, ये जीसस किचन का एक छोटा सा क्लिप था, ये अपडेट करने के लिए कि जीसस किचन में क्या होता है। और एक बार फिर मैं जीसस किचन की ओर से, पूरी टीम की तरफ से आपको धन्यवाद कहना चाहती हूँ कि आप जीसस किचन के साथ अड़े और खड़े रहे। आपके योगदान के द्वारा इस महीने जो महीना गया है, उसमें हमने बिस्किट्स दिए, हमने आइसक्रीम्स दिया, और हमने थोड़ा राशन, जो खाने का जो मेन्यू है उसको भी थोड़ा सा चेंज किया। और थैंक यू, आप सब ने सपोर्ट किया जीसस किचन के लिए। और मैं आपसे एक चीज़ और कहना चाहती हूँ, जब आपके घर में कोई भी बर्थडेज होता है या एनिवर्सरीज होता है, आप जीसस किचन के साथ आके मना सकते हैं। आपने स्वीट्स खरीद के दे दिया, आपने बिस्किट्स खरीद के दे दिया, या आपने उस दिन का राशन, उस दिन का जो फूड है, आप अपनी तरफ से भी स्पॉन्सर कर सकते हैं। क्योंकि बहुत सारे लोग हमें कॉल करके पूछते क्या हम कर सकते हैं, तो प्लीज़ आगे आके आप कर सकते हैं। वो एक दिन का खाना आप अपने परिवार की तरफ से भी आप स्पॉन्सर कर सकते हैं। और हम धन्यवाद कहना चाहते हैं एक बार फिर। भूलिएगा मत, अपने बर्थडेज़ को, अपने एनिवर्सरीज़ को जीसस किचन के साथ मनाइए। उन बच्चों के साथ मना सकते हैं जिनके मुंह पे आप, वो मुस्कुराहट आपके मुंह आपको दिखाई देगा, और वो मुस्कुराहट जो आप देखेंगे, वो मुस्कुराहट कोई भी चीज़ उसके मुकाबले नहीं है। तो ज़रूर अपने बर्थडेज़ और एनिवर्सरीज़ जीसस किचन के साथ बनाइए। और एक बार एक चीज़ और मैं आपको बताना चाहती हूँ या रिक्वेस्ट करना चाहती हूँ, जब आप अपने घर का राशन खरीदते हैं तो जीसस किचन को याद रखिएगा। जब आप दाल चावल मसाले खरीदते हैं तो जीसस किचन के लिए भी आप कुछ खरीद सकते हैं। मेरा विश्वास है जैसे आप जीसस किचन के साथ अड़े और खड़े रहे हैं, लास्ट थ्रू आउट 1 ईयर आपने एक बार स्पॉन्सर किया, एक बार आपने हेल्प किया, परमेश्वर का प्रतिफल, जो प्रतिफल है वो परमेश्वर की ओर से आता है। और मेरा विश्वास है कि परमेश्वर आपको कभी भी गिरने नहीं देगा। उसका प्रतिफल आपके जीवन में, आपके बच्चों के जीवन में आएगा। थैंक यू एंड गॉड ब्लेस यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ വരുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റ് ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബൈ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബൈ. പ്രൈസ്.